അദ്വൈതഗദാധര ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമാദ്യം തഥാപി സ്വതാം. ജയ് ശ്രീ രൂപഗോസ്വാമിക്ക് ജയ. അതായത് ഈ ബുക്ക് രൂപഗോസ്വാമി ചൈതന്യ മഹാപ്രഭുയുടെ നിർദ്ദേശം അനുസരിച്ച് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ആക്ച്വലി രൂപഗോസ്വാമി ചൈതന്യ മഹാപ്രഭു നമുക്ക് 6 ഗോസ്വാമിയുണ്ട്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പ്രദായത്തിലെ ബ്രഹ്മ മാധ്വ ഗൗഡിയ സമ്പ്രദായത്തിലുള്ള 6 ഗോസ്വാമികളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ രൂപഗോസ്വാമിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോസ്വാമി. ആ രൂപഗോസ്വാമിയുടെ സഹോദരനാണ് രൂപ സനാതന ഗോസ്വാമി. അപ്പോൾ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, അത് കഴിഞ്ഞിട്ട് രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി, ഇങ്ങനെ 6 ഗോസ്വാമികളാണ് നമ്മുടെ പരമ്പരയിൽ വരുന്ന ഗോസ്വാമികൾ. അപ്പോ ഈ 6 ഗോസ്വാമിക്കും ചൈതന്യ മഹാപ്രഭു പേഴ്സണലി ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഗോസ്വാമി. അപ്പൊ അതിൽ രൂപഗോസ്വാമിക്ക് കൊടുത്ത്, രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമി, രൂപഗോസ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രങ്ങൾ എഴുതണം. എന്തിനെ കുറിച്ചാണ്? ഭക്തി എങ്ങനെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഭക്തി മാർഗം വളർത്താനായിട്ടുള്ള കാര്യങ്ങൾ ഡിവോട്ടീസിന് വേണ്ടിയിട്ട് ബുക്ക് എഴുതണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്? രൂപഗോസ്വാമിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രൂപഗോസ്വാമി കുറെ ഗ്രന്ഥങ്ങളെല്ലാം ചൈതന്യ മഹാപ്രഭുയുടെ നിർദ്ദേശം അനുസരിച്ച്. അടുത്തത് സനാതന ഗോസ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ പറയാണ്, ഞാനിപ്പോ പല കാര്യങ്ങളും പറയുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുമേ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാല് അപ്പൊ അത് പറ്റിക്കുന്നത് പോലെയായി. അപ്പൊ ആചാരം പ്രചാരം എന്ന് പറയും, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അത് പഠിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അപ്പോ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ആര് കാണിച്ചിരിക്കുകയാണ്? സനാതന ഗോസ്വാമി കാണിച്ചത്. അതുകൊണ്ടാണ് സനാതന ഗോസ്വാമി 90 വയസ്സായിട്ടും വൃന്ദാവനത്തിലെ ഗോവർദ്ധൻ പർവ്വതം 24 കിലോമീറ്റർ ഉണ്ട്. ഈ 24 കിലോമീറ്ററും പേഴ്സണലി ഡെയിലി നടന്ന് പരിക്രമം ചെയ്തിട്ട് എന്താണ് സനാതന ഗോസ്വാമി നാമജപം ചെയ്ത് ഇങ്ങനെ പരിക്രമം ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ സാധന അദ്ദേഹം കാണിച്ചു തന്നിരിക്കുകയാണ്. കൃഷ്ണപ്രേമം ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ നമ്മൾ സാധന ചെയ്യണം എന്ന് ആര് കാണിച്ചു തന്നിരിക്കുകയാണ്? സനാതന ഗോസ്വാമി കാണിച്ചു. ഈവൻ കൃഷ്ണന് പോലും സഹിക്കാതെ കൃഷ്ണൻ ഡയറക്റ്റ് ആയിട്ട് സനാതന ഗോസ്വാമിയുടെ അടുത്ത് വന്നിട്ട് പറയും, ആവശ്യത്തിനധികം നീ ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഈ പരിക്രമം നീ ചെയ്യണം നിർബന്ധമില്ല, ഈ വയസ്സായ കാലത്ത് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നു, മതിയാക്കിക്കോ എന്ന് കൃഷ്ണൻ നേരിട്ട് പറഞ്ഞിട്ട് പോലും ആ സനാതന ഗോസ്വാമി പറയും, ഭഗവാനെ ഞാൻ അത് പ്രാക്ടീസ് ചെയ്തു പോയി, ഇനി എനിക്കത് നിർത്താൻ പറ്റില്ല, എൻ്റെ ജീവിതം മുഴുവനും ഞാൻ അത് ചെയ്യും എന്ന് പറയാണ്. അപ്പൊ കൃഷ്ണന് തന്നെ സഹിക്കാൻ വയ്യാതെ കൃഷ്ണൻ പേഴ്സണലി ഒരു ഗോവർദ്ധന ശില കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കും? സനാതന ഗോസ്വാമിക്ക് കൊടുക്കും. ഇന്നും വൃന്ദാവനത്തിലെ ഈ ഗോസ്വാമി മന്ദിരത്തില് രാധാ ദാമോദർ ടെമ്പിൾ ഉണ്ട്. ഈ രാധാ ദാമോദര മന്ദിരത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ കൃഷ്ണൻ പേഴ്സണലി സനാതന ഗോസ്വാമിക്ക് കൊടുത്ത ആ ശില നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ശിലയ്ക്കകത്ത് കുളമ്പടി ഉണ്ടാവും, പശുവിടെ എന്താ പറയുക കൃഷ്ണന്റെ കാൽപ്പാട് ഉണ്ടാവും, ഓടക്കുഴൽ ഉണ്ടാവും, ഇങ്ങനെ ഈ മുദ്രകളെല്ലാം അതിനകത്തുണ്ട്. ആ ഒരു അമ്പലത്തിനെ 4 പ്രാവശ്യം ചുറ്റിയാൽ മതി നമുക്ക് ഗോവർദ്ധൻ പർവ്വതം മുഴുവനും ചുറ്റിയതിന്റെ ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് ഡെയിലി ആ അമ്പലത്തിൽ വന്ന് ആ അമ്പലത്തിനെ മാത്രം ചുറ്റിയിട്ട് ഗോവർദ്ധൻ ചുറ്റിയതിന്റെ ബെനിഫിറ്റ് ആൾക്കാർ എടുക്കാറുണ്ട്. കാരണം അത് ആ വൈഷ്ണവരുടെ കാരുണ്യം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോ ഇങ്ങനെയാണ് ചൈതന്യ മഹാപ്രഭു ആരുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്? രൂപഗോസ്വാമിയുടെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോ ആ ആചാര്യനെയാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഉള്ള മെയിൻ ആയിട്ട് 6 ഗോസ്വാമി ഉണ്ട്. ഇത് പഠിച്ചിരിക്കണം. നമ്മൾ ഈ ഗോസ്വാമിയുടെ പേര് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ആദ്യം രൂപഗോസ്വാമി, പിന്നെ സനാതന ഗോസ്വാമി, അത് കഴിഞ്ഞിട്ട് രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി. ഈ 6 ഗോസ്വാമിയുടെ പേര് നമ്മൾ അറിയിക്കണം. അപ്പൊ പറയാണ്, ഈ ഗോസ്വാമി പറയുന്ന കാര്യങ്ങള് ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? എനിക്ക് അത് മനസ്സിലാക്കിയാൽ മാത്രമേ കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് രഘുനാഥദാസ ഗോസ്വാമി പറയുന്നത്.
അത് മാത്രമല്ല ഇവിടെ പറയാണ് എന്താണ് ഈ ഒരു സയൻസ്, കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്, ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രം പഠിച്ചാൽ നമുക്ക് കൃഷ്ണന്റെ ലോകത്ത് എത്താൻ പറ്റും. നമ്മളിപ്പോ പറയല്ലേ എന്താണ് ബഹിരാകാശത്തിൽ പോണമെങ്കിൽ നമ്മളിവിടെ സയൻസ് പഠിക്കണം, പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ എന്താ പറയാ അവിടെ നമുക്ക് പോകാൻ സാധിക്കൂ. അതുപോലെ കൃഷ്ണലോകത്തിൽ നമ്മൾ പോകണമെങ്കിൽ ആ ശാസ്ത്രം നമ്മൾ പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയാണ് ഈ മുഴുവൻ ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും രഹസ്യമായ ഒരു കാര്യം എന്താണ് ചോദിച്ചാല് അവിടെ എന്താണ് കൃഷ്ണലീലയില് രാസലീലയാണ് ഏറ്റവും രഹസ്യമായ കാര്യം. കാരണം ടോപ്പ് മോസ്റ്റ് ലെവലിലുള്ള ഒരു പ്രേമം എന്ന് പറഞ്ഞാൽ രാസലീലയാണ് എന്ന് പറയുന്നത്. അപ്പോ സാധാരണഗതിയിൽ ആർക്കും ആ രാസലീലയെ കുറിച്ച് മനസ്സിലാവില്ല. പക്ഷെ ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം മുതൽ 9ാമത്തെ സ്കന്ധം തീർത്ത് 10ാമത്തെ സ്കന്ധത്തിൽ അങ്ങനെ പോയാൽ മാത്രമേ ഒരാൾക്ക് മനസ്സിലാകത്തുള്ളൂ. സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ട് ഒരു ഭാഗവത സപ്താഹത്തിൽ പോയിട്ട് നമ്മൾ ഈ 10ാമത്തെ സ്കന്ധം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ തന്നെ പോകണം, ആചാര്യർ പറയുന്നത് പോലെ 1ാമത്തെ സ്കന്ധം തീർത്തിരിക്കണം, 2ാമത്തെ സ്കന്ധം 3, 4, 5 ഇതെല്ലാം പഠിച്ചിട്ട് ഫൈനലി നമുക്ക് ആ 10th കാൻഡോ 10ാമത്തെ കൃഷ്ണലീലയിൽ പോയിട്ട് കൃഷ്ണലീലയില് ആ രാസലീലയ്ക്ക് പോയാൽ നമുക്ക് ആ രാസലീല എന്താണ്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര മാധുര്യമായതാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ ലോ ക്ലാസ് ആയിട്ട് നമ്മൾ ചിന്തിക്കും. എന്താ കൃഷ്ണൻ ഏതോ ഒരു ഗോപികളുടെ കൂടെ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ ഡാൻസ് ചെയ്തു എന്ന് പറയും. ചില സിനിമയിൽ അങ്ങനെയാണ് കാണിക്കുന്നത്, വളരെ മോശമായിട്ട് കൃഷ്ണനെ കുറിച്ച് കാണിക്കും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഡയറക്റ്റ് ആയിട്ടാണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ ചിട്ടയോടി കൂടി പോയിരുന്നാൽ അവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് പറയുന്നത് ചൈതന്യ മഹാപ്രഭുയുടെ ശിക്ഷാഷ്ടകമുണ്ട്, ഒരു 8 ശ്ലോകമുണ്ട്. അത് പഠിച്ചാൽ അതേപോലെ മുഴുവൻ ശാസ്ത്രം, കാരണം ചൈതന്യ മഹാപ്രഭു ഒരു ബുക്കും എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ചൈതന്യ മഹാപ്രഭു കംപ്ലീറ്റ് രചിച്ചിട്ട് ചൈതന്യ ശ്ലോകവും വായിച്ചാൽ കൃഷ്ണനാമത്തിൽ തുടങ്ങി മനസ്സിനെ പരിശുദ്ധമാക്കുന്നതിൽ തുടങ്ങി കൃഷ്ണപ്രേമത്തിൽ വന്ന് ആ 8 ശ്ലോകം. അപ്പോൾ എല്ലാ തത്വങ്ങളും ആ 8 ശ്രീമദ് ഭഗവത്ഗീതയിൽ മനസ്സിലാക്കിയാൽ ആ 4 ശ്ലോകത്തിൽ നിന്ന് കംപ്ലീറ്റ് ഭഗവത്ഗീതയെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചൈതന്യ മഹാപ്രഭുയുടെ അഷ്ടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ ശാസ്ത്രവും മനസ്സിലാക്കാൻ പറ്റും, കൃഷ്ണപ്രേമം നമുക്ക് കിട്ടുമെന്ന് പറയാം. അപ്പൊ ഇവിടെ പറയാണ് ഒരാളുടെ ഇന്ദ്രിയങ്ങളെ ഒരാൾ നിയന്ത്രിച്ചിരിക്കണം, ഒരാളുടെ മനസ്സിനെ നിയന്ത്രിച്ചിരിക്കണം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിനെയും നിയന്ത്രിക്കുന്ന വ്യക്തികളാണ് ആധ്യാത്മികം. ഇപ്പോൾ ഒരു യോഗ സെന്ററിൽ പോകും, അവിടെ പോയിട്ട് അവർ പറയാണ് എന്താണ് യോഗ പഠിക്കൂ, നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ആഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത്, യോഗയിൽ കൂടെ ചിലപ്പോൾ നമുക്ക് ഡയറ്റ് കൺട്രോള് അല്ലെങ്കിൽ മൈൻഡ് കൺട്രോള് ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കും. പക്ഷെ അതും ശരിക്കും ആരും പഠിപ്പിക്കുന്നില്ല അവര്. അപ്പൊ അഥവാ നമ്മൾ പഠിച്ച് ഒരു ഫിറ്റ്നസ് നമുക്ക് ഉണ്ടായാൽ, നമുക്ക് ബോഡി ശരീരമൊക്കെ നല്ല ആരോഗ്യമായിട്ട് വന്നാൽ അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തത് ഇന്ദ്രിയ സുഖം ചെയ്യും. അപ്പോ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഉണ്ടാക്കാനായിട്ട്. ഹെൽത്ത് ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താണ്, നന്നായിട്ട് ആഹാരം പിന്നെയും കഴിക്കുക, ബ്ലഡ് പ്രഷർ ഷുഗർ എല്ലാം കുറഞ്ഞ് നോർമലായിട്ട് ഇരിക്കും ആൾക്കാർക്ക്. അപ്പൊ ഇപ്പൊ ഹെൽത്തി ആയി. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, അടുത്തത് ഈ ഷുഗറിന്റെ ഉള്ള ആഹാരം സ്വീറ്റ് കഴിക്കും, അടുത്തത് ബ്ലഡ് പ്രഷർ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് പിന്നെയും അസുഖങ്ങൾ ഉണ്ടാകും. അപ്പൊ യഥാർത്ഥ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അതല്ല ആധ്യാത്മികം. ഭഗവാനെ സേവിക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള മനസ്സുണ്ടാകണം, സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഉണ്ടാകണം. അതാണ് ആധ്യാത്മികം. മനസ്സിനെയും ഇന്ദ്രിയത്തിനെയും നിയന്ത്രിക്കാത്ത ഒരു ആധ്യാത്മികവും ആധ്യാത്മികം. അതായത് ഒരു സ്വാമിജി ഉണ്ട് ഇന്ത്യയില്, ഈവൻ നമുക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ പോലും ഓഷോ എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫിലോസഫി അനുസരിച്ച് നമുക്ക് ഒരു ഇന്ദ്രിയത്തിനെയും അങ്ങനെ ഫോഴ്സ്ഫുള്ളി നിയന്ത്രിക്കണ്ട. കാരണം നമുക്ക് എന്താ പറയാ ഇന്ദ്രിയ ആസ്വാദനം നടത്താം, ചെയ്യാം. എന്നിട്ട് ആ ഇന്ദ്രിയത്തിന് ഒരു മടുപ്പുണ്ടാകും. മടുപ്പുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും അല്ലെ, ഇത് ശരിയാണോ? നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഒരു എന്തെങ്കിലും ഒരു ഫുഡ് നിർത്താൻ പറയും. പക്ഷെ ആ ഫുഡ് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മടുപ്പുണ്ടാകും, വേണ്ട ഇനി കഴിക്കണ്ടെന്ന് തോന്നും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് നിർത്താൻ പറ്റും.
ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണെന്നുള്ളൊരു എത്ര പേര് കൈകൊടുക്കും? ആരും കൈപൊക്കില്ല. ഈ ഫിലോസഫി തെറ്റാണോ? ഒരാൾ കൈപൊക്കി, രണ്ടുപേര്. ശരി, ഇത് കറക്റ്റ് ആണ്, അല്ല ഇത് തെറ്റാണ്, എന്തുകൊണ്ട് തെറ്റാണെന്ന് ഒരാൾ പറയാമോ? അതായത് കഴിച്ച് 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 മടുപ്പ് തോന്നിയിട്ട് നമുക്ക് ഈസി ആയിട്ട് നിർത്താൻ പറ്റും. ഇതാണ് പുള്ളിയുടെ ഫിലോസഫി. അല്ലെങ്കിൽ ഒരു ഇന്ദ്രിയാസ്വാദനം ഇങ്ങനെ ചെയ്തിട്ട് നമുക്കതിന് പെട്ടെന്ന് മടുപ്പ് തോന്നി നിർത്താം, അത് എളുപ്പമാണ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അല്ല, അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ അതിന്റെ ആൻസർ ഉണ്ട്. എന്തുകൊണ്ട്? ഹരികൃഷ്ണ പ്രഭുജി, ഒരു പരിധി വരെ ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത ഉണ്ട്. ശരി, വേറെ ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. ചിലവർക്കാണെങ്കിൽ അത് നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതിന് മടുപ്പ് തോന്നാത്തവർക്കാണെങ്കിൽ അത് കൂടുതൽ അതിലോട്ട് അട്രാക്ഷൻ കൂടുതലായിട്ട് ചെന്ന് വീഴാനും സാധ്യതയുണ്ട്. കൂടുതൽ പിന്നെ വീണു പോകാൻ ചാൻസ് ഉണ്ട്, നിർത്താൻ പറ്റിയില്ലെങ്കിൽ. അതെ, അതിൽ മടുപ്പ് തോന്നിയില്ലെങ്കിൽ. ഓക്കെ, വേറെ? ഹരേ കൃഷ്ണ ജി, നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് വേണ്ടാന്ന് തോന്നിച്ചാലും മൈൻഡിൽ ആ ആഗ്രഹം, ആ വാസന പോയിട്ടില്ലെങ്കിൽ വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ആ ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, ഇവിടെ ഈ ഫിലോസഫി ശരിയെന്ന് പറഞ്ഞു അജിത്ത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ്. അത് ശരിയാണ് എന്ന് പറയാൻ റീസൺ എന്തെങ്കിലും ഉണ്ടോ? കൈപൊക്കിയവർക്ക് പറയാം ഇത് ശരിയാണ്, കാരണം ഇങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ എന്തെങ്കിലും? ഹരേ പ്രഭുജി, എനിക്ക് നോൺ വെജ് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കത് വേണ്ട എന്ന് തോന്നി എനിക്കത് സ്വയം കൺട്രോൾ ചെയ്യാൻ, ഞാനത് നിർത്താൻ എനിക്ക് സാധിച്ചു. അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കഴിച്ച് മടുപ്പ് തോന്നിയിട്ടാണ് നിർത്തിയത്? കഴിച്ചല്ല, കുറച്ചുനാൾ കഴിച്ച് നമുക്കത് നിർത്തണം എന്നെന്റെ മൈൻഡിൽ തോന്നി സാവകാശം എനിക്കത് നിർത്താൻ സാധിച്ചു. അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും അതിന് വേണ്ടാന്ന് എന്റെ മനസ്സിൽ ആഗ്രഹമേ ഇല്ല. അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വേറൊരാള്? തോന്നില്ല എന്ന് തീരുമാനിച്ചാൽ ക്ലിയറല്ല, കേൾക്കുന്നില്ല. അതായത് കഴിക്കണ്ട എന്ന് തോന്നില്ല, കഴിക്കണ്ട എന്ന് തീരുമാനിച്ച പിന്നെ ഇല്ല, കഴിക്കണ്ട. ഓക്കെ, കാരണം ഇത് വേണമെന്ന് ആഗ്രഹം ഞാൻ പറയാം. ഓക്കെ, എല്ലാവരും മ്യൂട്ടിൽ. അപ്പോ നമുക്ക് പറയുമ്പോ ചിലപ്പോ അത് ശരിയാണെന്ന് തോന്നാം. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശരിയാണ്, നമുക്കും അത് എക്സ്പീരിയൻസ് ഉണ്ടാകും. ചില ഫുഡ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, പക്ഷെ ഡെയിലി കൊണ്ട് തന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു മടുപ്പുണ്ടാകും. എന്നും ഇത് എങ്ങനെ കഴിക്കാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് ഇനി വേണ്ട എന്ന് പറയും. പക്ഷെ ഫോർ എക്സാമ്പിൾ നമുക്ക് പാൽപ്പായസം ഇഷ്ടമാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ പാൽപ്പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഡെയിലി അമ്മ ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ വൈഫ് ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാക്കി, ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് നമുക്ക് തരുന്നു, ഡെയിലി എൻജോയ് ചെയ്ത് കുടിച്ചുകൊണ്ടേയിരിക്കും. ഈവൻ ഗുരുവായൂരപ്പന്റെ പായസം തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഡെയിലി കൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കറക്റ്റ് 1 മാസം 2 മാസം കുടിക്കുമ്പോൾ പിന്നെ പറയും, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് മതിയായി പാൽപ്പായസം കുടിച്ചിട്ട് എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു മടുപ്പ് വന്നു. നമ്മുടെ ഇന്ദ്രിയത്തിനെ എൻജോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല ഇപ്പൊ. ഇനി ഓക്കെ, ഇപ്പൊ ഇതാണ് അവസ്ഥ. എന്നിട്ട് നമുക്ക് ഇനി പാൽപ്പായസം കിട്ടുന്നില്ല, 1 വർഷം കിട്ടിയില്ല, അല്ലെങ്കിൽ 6 മാസം, 1 വർഷം കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിൽ പിന്നെയും പാൽപ്പായസം കൊണ്ട് തന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും? അത് ഇപ്പൊ നമ്മൾ പറയുമോ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറയുമോ? ഇല്ല, പിന്നെ ആർത്തി പിടിച്ച് പിന്നെയും കുടിക്കും. അപ്പോ ഈ പ്രോസസ് തെറ്റാണ്. അതായത് എൻജോയ് ചെയ്തിട്ട് നമുക്ക് അതിനെ നിർത്താൻ പറ്റില്ല.
ഒരു അഗ്നി ഉണ്ടെങ്കിൽ അതിൽ നെയ്യ് ഒഴിച്ചാൽ അഗ്നി വളരുകയുള്ളൂ. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ തിരിച്ച് അതിൽ ആളിക്കെത്തുകയുള്ളൂ. അത് നിൽക്കില്ല. ടൈം ബീങ് കുറച്ച് സമയത്തിന് വേണമെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ആകുമായി. ആ ഒരു കാരണം നമുക്ക് ആ കപ്പാസിറ്റി ഇല്ല, എൻജോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിനില്ല, മൈൻഡിനില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അതാണ്. അപ്പോൾ ആ മൈൻഡിനെ അല്ലെങ്കിൽ ആ ബോഡീനെ കൺട്രോൾ ചെയ്യണം, ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കണം. ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അല്ലെ? അതും അതിൽ പെടും. ഏതാണ്? പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം 8, ഇതെല്ലാം കൂടെ ഇന്ദ്രിയത്തിൽ പെടും. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാണ് ആധ്യാത്മികത്തിലുള്ള ഒരു വ്യക്തി എന്ന് പറയുകയാണ്. അങ്ങനെ നിയന്ത്രിച്ച് ഒരു വ്യക്തി സാത്വിക ഗുണത്തിൽ വന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് കൃഷ്ണഭക്തിയിൽ എന്താണ് ഉയർന്നു വരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഗോസ്വാമിയുടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗോസ്വാമി എന്ന് പറഞ്ഞാൽ? ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം, സ്വാമി എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്ന വ്യക്തി. അപ്പൊ ആരാണോ ഇന്ദ്രിയത്തിനെ നിയന്ത്രിച്ചിരിക്കുന്ന വ്യക്തി അവരെയാണ് എന്തെന്ന് പറയുക? ഗോസ്വാമി എന്ന് പറയുക. അപ്പോൾ എത്രയോ വർഷം നമുക്ക് ചിലപ്പോൾ തോന്നാം, ഒരു വ്യക്തി നമ്മൾ ചോദിക്കാറുണ്ട് എത്ര വർഷമായി ഇസ്കോണിൽ വന്നിട്ട്? അത് ഞാൻ 30 വർഷമായി, ഞാൻ 20 വർഷമായി, ഞാൻ 10 വർഷമായി, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് വരുന്നു എന്ന് പലരും പല ഡേറ്റ് പറയും. പക്ഷെ അവരുടെ പ്രവൃത്തിയിലൊന്നും മാറ്റം കാണില്ല. അപ്പൊ നമുക്ക് അപ്പൊ ഇവിടെ പറയാണ് അവർ സീനിയർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും. ചില ഡിവോട്ടി വന്നിട്ട് 1 വർഷമേ ആവത്തുള്ളൂ, അല്ലെങ്കിൽ 2 വർഷമേ ആവത്തുള്ളൂ. പക്ഷെ അവരുടെ ബിഹേവിയറിലും ഈ 10-20 വർഷമായ വ്യക്തിയുടെ ബിഹേവിയറിലും വ്യത്യാസം ഉണ്ടാവും. ആക്ച്വലി ഒരു മെച്യൂരിറ്റി ഉണ്ടാകണം, അത് കാണില്ല. അപ്പോൾ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ ഗുണം, അത് ആർക്കാണോ നന്നായിട്ടുള്ളത് ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ സീനിയർ എന്ന് പറയുക. അതായത് ഒരു ഡിവോട്ടി പുതിയതായിട്ട് വന്നാൽ മറ്റ് ഭക്തന്മാരുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയാം, ആ ഭക്തനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം എന്നറിയാം. ഒരു വൈഷ്ണവമായിട്ടുള്ള ഒരു ക്വാളിറ്റി. ഒരു ഭക്തനെ കാണുമ്പോൾ, ഭഗവാനെ എങ്ങനെയാണോ കാണുമ്പോൾ നമസ്കരിക്കുക. കാരണം ഒരു ഭക്തനും നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരു ഭക്തനും വെറുതെ പോകുന്ന വ്യക്തി ഭക്തനല്ല. അപ്പോ അവര് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, കൃഷ്ണാമതിരസ്തു, ഈ വ്യക്തി കൃഷ്ണനെ മറക്കാതെ ഇരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആ വ്യക്തി വിചാരിക്കും, ആ ഭക്തൻ വിചാരിക്കും. ആ ഒരു ബ്ലെസ്സിങ്സ്, അനുഗ്രഹമാണ് നമ്മളെ ഭക്തിയിൽ ഉയർത്തുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന സാധനയോ നമ്മൾ ചെയ്യുന്ന തപസ് കൊണ്ടൊന്നും നമുക്ക് അങ്ങനെ കൃഷ്ണലോകത്ത് പോകാൻ പറ്റില്ല. എന്തോ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. ഇപ്പൊ അമേരിക്കക്ക് പോകണമെങ്കിൽ ചിലപ്പോ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ വന്ന് റിജക്ട് ചെയ്താൽ മതി, നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു എലിജിബിലിറ്റി ഇല്ലെങ്കിൽ പോലും ഒരു ഇമിഗ്രേഷൻ ഓഫീസറോ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ കയറി പോകാം. അതുപോലെ ഒരു ഭക്തന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അവരുടെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൃഷ്ണ തത്വം പഠിക്കാം. കൃഷ്ണന്റെ അനുഗ്രഹം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ഇവിടെ പോകാൻ പറ്റും, ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും. അപ്പോ ഒരു മെച്യൂരിറ്റി ആർക്കുണ്ടാകണം? ഒരു സീനിയറായ ഭക്തന് അത് ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ അവരുടെ വർഷം കൊണ്ട്, ഇത്ര വർഷം വന്നതുകൊണ്ട് ഒരു ഭക്തൻ ഉയർന്ന ഭക്തൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ പറയാണ്, ശ്രീല രൂപ ഗോസ്വാമി വന്നിട്ട് ഭക്തിരസാമൃത സിന്ധു മറ്റും ലളിത മാധവ എന്നുള്ള ബുക്കുകളൊക്കെ, വിദഗ്ധ മാധവ, ലളിത മാധവ എന്നുള്ള ബുക്കൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഉപദേശാമൃതം എന്നുള്ള ബുക്ക് ഒരു തുടക്കക്കാര ഭക്തന് എങ്ങനെയാണ് ആധ്യാത്മിക കാര്യങ്ങൾ, നിഷ്ഠ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ആദ്യത്തെ ശ്ലോകത്തില് വാചോവേഗം, മനസക്രോധവേഗം, ജിഗ്വാവേഗം, ഉദരോപതസ്ഥ വേഗം, ഏതാൻ വേഗാൻ യോ വിഷകേത ധീര സർവം അഭിമാം പൃഥിവീം സശിഷ്യാത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിവർത്തനം ഒന്ന് വായിക്കാവോ? ആ ശ്ലോകം വായിക്കാം ആരെങ്കിലും? വായിക്കും. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. വാചോവേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗമുദരോപസ്ഥവേഗം, ഏതാൻ വേഗാൻ യോ വിഷഹേത ധീര സർവാമപി മാം പൃഥിവീം സശിഷ്യാത്. അന്വയവും അർത്ഥവും.
വാചാവേഗം സംസാരിക്കുവാനുള്ള വാസനയെയും, മനസ്സാവേഗം മനസ്സിന്റെ ത്വരയെയും മനസ്സിന്റെ ആവശ്യങ്ങളെയും, ക്രോധവേഗം കോപത്തിന്റെ ത്വരയെയും, ജിഹ്വാവേഗം നാവിന്റെ ത്വരയെയും, ഉദരോപസ്ഥ വയറിന്റെയും ജനനേന്ദ്രിയത്തിന്റെയും വേഗം ത്വരയെയും, ഏതാൻ വേഗാൻ ഈ ത്വരകളെയെല്ലാം യാതൊരുവനാണോ വിഷഹേത സഹിക്കുന്നത് അടക്കുന്നത്, സ ധീര ആ ധീരൻ, ഇമാം സർവാം ഈ ഭൂമിയെ മുഴുവൻ, ഭൂമിം അഭി ശിഷ്യപ്പെടുത്തുവാൻ കഴിവുള്ളവനായി തീരും. ഹരീഷ്ണ രുചി പരിഭാഷ. സംസാരിക്കുന്നതിനുള്ള ത്വരയെയും മനസ്സിന്റെ വിവിധാഭിലാഷങ്ങളെയും കോപത്തിന്റെ പ്രവർത്തനങ്ങളെയും നാവിന്റെ ത്വരകളെയും ഷഡ്രസങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ത്വരകൾ ഉദരത്തിന്റെയും ഉത്പാദനേന്ദ്രിയത്തിന്റെയും ത്വരകളെയും സഹിക്കുവാൻ കഴിവുള്ളവൻ ധീരനാണ്. അവന് ലോകം മുഴുവൻ ശിഷ്യന്മാരുണ്ടാകുന്നതിനുള്ള അർഹതയുണ്ട്. ഹരീഷ്ണ പ്രഭുജി. ഇതിനകത്ത് പറയുന്നത് എന്താ പറയാ, ഒരു ലോകം മുഴുവനും ഒരു വ്യക്തിക്ക് ശിഷ്യന്മാരെ സ്വീകരിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് അത്രയും ക്വാളിറ്റീസ് ഉണ്ടാകും. എന്തൊക്കെ ക്വാളിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, എന്താ പറയാ, യാരേ ദേക്കോ താരേ കഹോ കൃഷ്ണ ഉപദേശ് അമാര ആജ്ഞ എന്ന് പറയുന്നുണ്ട്. ആരെ കണ്ടാലും കൃഷ്ണനെ കുറിച്ച് ഉപദേശം കൊടുത്തോളൂ, എന്റെ ആജ്ഞയാണെന്ന് പറയുന്നു. അതായത് നമ്മളൊരു ശാസ്ത്രം പ്രചരിപ്പിക്കണമെങ്കിൽ, ശാസ്ത്രം പഠിപ്പിക്കണമെങ്കിൽ നമുക്കൊരു പരമ്പരയിൽ നിന്ന് ഒരു ആചാര്യന്റെ അല്ലെങ്കിൽ ഗുരുയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിന് ഒരു എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ, ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പക്ഷെ ഇവിടെ എല്ലാവർക്കും പെർമിഷൻ തന്നു. എന്താണ്, ആരാണോ ചൈതന്യ മഹാപ്രഭുയുടെ പരമ്പരയിൽ വരുന്നത് അവർക്ക് എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭു ഡയറക്റ്റ് ആയിട്ട് പെർമിഷൻ തന്നിട്ടുണ്ട്. എന്താണ്, ആരെയൊക്കെ നിങ്ങൾ കാണുമോ അവർക്കെല്ലാം കൃഷ്ണനെ കുറിച്ച് ഉപദേശം കൊടുത്തോളൂ, ഇത് എൻ്റെ പെർമിഷനാണെന്ന് പറഞ്ഞു. ഞാൻ പെർമിഷൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാവണം. നമുക്ക് എന്താണ്, ആ ഇന്ദ്രിയ നിയന്ത്രണം നമുക്ക് ഉണ്ടാകണം. അതിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തി ഇന്ദ്രിയം നിയന്ത്രിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ലോകം മുഴുവനും ശിഷ്യന്മാരെ സ്വീകരിക്കാം. അപ്പോ ഒരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരുയുടെ ക്വാളിറ്റി എന്തായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ഗുരുയുടെ ക്വാളിറ്റി? വാചോവേഗം, മനസക്രോധവേഗം, വാക്കിന്റെ ത്വരയെ നിയന്ത്രിക്കണം, മനസ്സിന്റെ ത്വരയെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ജിഗ്വ, നാവിന്റെ ത്വരയെ നിയന്ത്രിക്കണം. ഓക്കെ. ഉദര ഉപസ്ഥ വേഗം, അതായത് ഉദരം, വയറ്, ജനനേന്ദ്രിയം, ഇതിന്റെ ത്വരയെ നമ്മൾ നിയന്ത്രിക്കണം. ഏതാൻ വേഹാൻ യോ വിഷഗേത ധീര സർവമഭിമാം പ്രതിബിം ശേഷിക്കുക. അങ്ങനെയുള്ള വ്യക്തിക്ക് ലോകം മുഴുവനും ശിഷ്യന്മാരുണ്ടാക്കാനുള്ള അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ വെറുതെ പാഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാനും ഗുരുവാകാം, എനിക്കും ഗുരുവാകാം, ഞാൻ ഗുരുവായാൽ എനിക്ക് കുറെ ശിഷ്യന്മാരെ കിട്ടും എന്ന് പറഞ്ഞും വേണമെങ്കിൽ നമുക്ക് പോകാം. അല്ലെങ്കിൽ എനിക്കും ഒരു ഗുരുവിനെ കിട്ടണം എന്ന് പറഞ്ഞ് നമുക്കും ഏതെങ്കിലും ഈസി ആയിട്ട് ഒരു ഗുരുവിനെ പൈസ കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്താൽ കിട്ടുമെങ്കിൽ നമുക്ക് അങ്ങനെയും ഗുരുവിനെ സ്വീകരിക്കാം. പക്ഷെ ഗുരു എങ്ങനെ ഉണ്ടാകണം എന്നാണ് ശാസ്ത്രം നമുക്ക് പഠിക്കുന്നത്. ആ ഗുരു ഒരു ഗോസ്വാമി ആയിരിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച വ്യക്തിയായിരിക്കണം എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ ശ്രീമദ് ഭാഗവതത്തിലെ ശുഗമുനിയുടെ അടുത്ത് പരീക്ഷിത് മഹാരാജ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതിനകത്ത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആൾക്കാരെല്ലാം ഇന്ദ്രിയ സുഖത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, എന്നിട്ട് ഇന്ദ്രിയ സുഖങ്ങളെല്ലാം തീർന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, കാരണം ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അതിന്റെ ബാക്കിൽ പല തെറ്റുകൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. തെറ്റ് ചെയ്യാതെ ഇന്ദ്രിയ സുഖം നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാശുണ്ടാക്കണം, ആ കാശുണ്ടാക്കി എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റിച്ചിട്ടായിരിക്കും നമ്മൾ കാശുണ്ടാക്കും. കച്ചവടം എന്ന് പറയും, ബിസിനസ് എന്ന് പറയും. ആ ബിസിനസ്സിന് ഒരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് വന്നിട്ട് നമ്മൾ ചിലപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടാകും. അയാൾക്ക് ഒരു ചെറിയ ലാഭം എടുക്കാൻ പറ്റും, വലിയ ലാഭം എടുക്കാം. വലിയ ലാഭം എടുക്കുമ്പോൾ അയാളെ നമ്മൾ പറ്റും. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ശാസ്ത്രത്തിൽ പറയാത്ത ഒരു ബിസിനസ് നമുക്ക് ചെയ്യാം. അതായത് ശാസ്ത്രത്തിൽ പറയാത്ത ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗാംബ്ലിംഗ്,
അതിൽ കൂടെ ചൂതുകളിയിൽ കൂടെ നമുക്ക് കാശുണ്ടാക്കാം, ലോട്ടറി വിറ്റ് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ എന്താ പറയാ മാംസം വിറ്റിട്ട് മത്സ്യമാംസങ്ങൾ വിറ്റിട്ട് കാശുണ്ടാക്കാം, സിഗരറ്റ് ലഹരി പദാർത്ഥങ്ങൾ അങ്ങനത്തെ വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാശുണ്ടാക്കാം. ഇതൊന്നും ശാസ്ത്രത്തിൽ റെക്കമെൻഡ് ചെയ്യാത്തതാണ് ഇങ്ങനത്തെ കാശുണ്ടാക്കുക. അപ്പൊ ഇങ്ങനെയും നമുക്ക് കാശുണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഇതൊരു പാവപ്രവൃത്തിയാണ്. അല്ലെങ്കിൽ ഒരാളെ കച്ചവടം എന്ന് പറഞ്ഞാൽ തന്നെ കച്ചക്കപടം എന്നാണ്, അതിൽ കള്ളത്തനമാണ് അതിനകത്തുള്ളത്. ഒരു ബിസിനസ്സുകാരൻ പറയണ എനിക്ക് ഒരു ലാഭവും ഇല്ല, ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്, നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങ് തരയാണ്, നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം ഇയാളെ എന്നെ പറ്റിക്കാണ്. കാരണം ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ തരില്ല, അങ്ങനെ ചെയ്യുന്ന വ്യക്തി കച്ചവടക്കാരനും ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അയാൾ പറ്റിക്കും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തൊരു പാവമുണ്ട്. അപ്പോ ആൾക്കാർ ഈ പാവത്തിൽ കിട്ടിയ കാശ് കൊണ്ട് എൻജോയ് ചെയ്തിട്ട് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ചിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അറ്റോൺമെന്റ് എന്തെങ്കിലും പരിഹാരം ചെയ്യും. എന്ത് പരിഹാരം? അമ്പലത്തിൽ പോയി ഉരുളും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി തേങ്ങ ഉടയ്ക്കും, പൊട്ടിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആൾക്കാർക്ക് അന്നദാനം കൊടുക്കും. ചില ആൾക്കാർ ഒരുപാട് കാശുണ്ടാക്കി എന്താണ് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തിയെങ്കിലും ചെയ്യട്ടെ ജീവിതത്തിൽ. എന്തിനാണ് ജീവിതത്തിൽ നല്ല പ്രവൃത്തി ചെയ്യുന്നത്? ചെയ്ത പാവത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് ആര് ചോദിക്കുന്നത്? പരീക്ഷിത് മഹാരാജ് ശുഭമുനിയുടെ അടുത്ത് ചോദിക്കുന്നത്. അതായത് എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ട് അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുമ്പസരിക്കുന്ന പരിപാടിയുണ്ട്. അവരെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവരെങ്കിലും അത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആൾക്കാർ അതും ചെയ്യില്ല. ഓക്കെ, ഈ പള്ളിയിൽ പോയിട്ട് ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് കാശുണ്ടാക്കി അവനെ പറ്റിച്ച് ഇവനെ പറ്റിച്ച് എല്ലാ പരിപാടി വേണ്ടത്തിനും എല്ലാം ചെയ്തിട്ട് പിന്നെ അച്ഛൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നു ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്തു അങ്ങനെ ചെയ്തു മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് കുമ്പസരിച്ച് പിന്നെ അച്ഛൻ അയാളെ പുതിയ വ്യക്തിയായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടിട്ട് ഇയാൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്തത് പോയിട്ട് അതേ പരിപാടി തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്ത് കാര്യമാണ് ഇങ്ങനെ ഒരു പരിഹാരം ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുമ്പസാരം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. അല്ലേ? അപ്പൊ ഇവിടെ പറയാണ് ഒരു കള്ളനുണ്ട്, മോഷ്ടിക്കുകയാണ്. കള്ളൻ മോഷണമെല്ലാം നടത്തിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്? ജയിലിൽ കൊണ്ടിടുകയാണ്. എന്താണ്? അയാൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ജയിലിൽ ഇട്ടത്. അപ്പൊ ജയിലിൽ പോയി കിടക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നല്ലൊരു വ്യക്തിയായിട്ട് വരണം. അപ്പോ അതിനു വേണ്ടി ജയിലിൽ കൊണ്ടിട്ടപ്പോൾ ഇയാൾ കള്ളൻ എന്താ ചെയ്യുന്നത്? അവിടെ പോയിട്ട് വേറൊരു കള്ളന്റെ കൂടെ ചേർന്ന് കൂടുതൽ ടെക്നിക്കെല്ലാം പഠിച്ചിട്ട് തിരിച്ച് പുറത്തു വന്ന് കൂടുതൽ മോഷണം. അപ്പോൾ ഇയാൾ ജയിലിൽ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യം. അപ്പോ എന്തിനാണ് പരിഹാരം? പരിഹാരം കൊണ്ട് എന്താണ്? ഒരു ആനയുടെ എക്സാമ്പിൾ പറയുന്നത്. ആന നന്നായിട്ട് കുളിക്കും, മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന് അങ്ങനെ കുളിച്ച് അങ്ങനെ വൃത്തിയായിട്ട് വരും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് മണ്ണ് തലയിൽ. ഇതാണ് ആന ചെയ്യുന്ന പരിപാടി. അപ്പൊ ഈ കുളി കൊണ്ട് എന്ത് കാര്യമാണ്? എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഈ കുളി കൊണ്ട്? ഒരു പ്രയോജനവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള പരിഹാരം കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്ന് ആരാണ് ചോദിക്കുന്നത്? പരീക്ഷിത് മഹാരാജ് ചോദിക്കുന്നുണ്ട് ശുഭമുനി. അപ്പോ എങ്ങനെയാണ് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു ബാംബൂ ട്രീ ഉണ്ട്, മുള. ഇതിന് മേലെ കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? അടിയിൽ നിന്ന് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. എത്ര കട്ട് ചെയ്താലും ഇത് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോ അതിനെ അത് വളരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടിയിൽ കട്ട് ചെയ്യണം. അതിന്റെ വേരില്ലാതെ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അതിനെ നിയന്ത്രിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ യഥാർത്ഥ പ്രായശ്ചിത്തം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? യഥാർത്ഥ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ പറഞ്ഞ കേസിൽ? പറയുന്നു എന്താ പറയാ, അങ്ങനെ നമുക്ക് മാറണമെങ്കിൽ ആ ശാസ്ത്രം പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു പരിശുദ്ധ ഭക്തന്റെ സാധുസംഘം എടുക്കണം. സാധുസംഘം എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം. കാരണം എന്തുകൊണ്ടാണ്? ആ അസോസിയേഷൻ ആണ് നമ്മളെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന കാര്യം.
അല്ലാതെയല്ല. അപ്പോ ഒരു നല്ല ഒരു അസോസിയേഷൻ, ഇപ്പൊ ദുര്യോധനൻ ചീത്തയാവാൻ കാരണം എന്താണ് എന്ന് ചോദിക്കാം. അർജുനനും പഞ്ചപാണ്ഡവരെല്ലാം നല്ല ക്യാരക്ടറാണ്, എല്ലാവരും ചെറിയ കുട്ടികളാണ്, ഒരേപോലെ ആഹാരം കൊടുത്തു, ഒരേപോലെ ഫെസിലിറ്റീസ് കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷെ ഇവരെല്ലാം ചീത്തയായി പോയി, കൗരവരെല്ലാം. എന്താ പറയാ, പാണ്ഡവരെല്ലാം നല്ല കുട്ടികളായിട്ടുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസോസിയേഷൻ ആണ്. അതായത് ദുര്യോധനന്റെ അസോസിയേഷൻ ശകുനിയുമായിട്ടായിരുന്നു അസോസിയേഷൻ കിട്ടിയത്. അതുകൊണ്ട് ശകുനി സ്വന്തം ജീവിതത്തിലെ വന്ന പ്രശ്നങ്ങളെ തിരിച്ച് ആ വൈരാഗ്യം തീർക്കാനായിട്ട്, ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ശകുനി വന്നിട്ട് കൊച്ചു പ്രായത്തില് ശകുനിയുടെ ചേച്ചി ഗാന്ധാരി ധൃതരാഷ്ട്രൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഭീഷ്മര് പോയിട്ട് എവിടെ പോകും, ഗാന്ധാര ദേശത്തിൽ പോയിട്ട് രാജാവിനെ കണ്ടിട്ട് കെട്ടിച്ചു കൊടുക്കാനായിട്ട് പെണ്ണ് ചോദിക്കും. ഗാന്ധാരി ഭയങ്കര സുന്ദരിയാണ്, ഭയങ്കര ടാലന്റഡ് ആണ്, എല്ലാ ക്വാളിറ്റിയും ഉണ്ട്. പക്ഷെ കൊടുക്കുന്നത് ആർക്കാണ്? ഒരു രാജാവ് പോലില്ല, കണ്ണില്ലാത്തതുകൊണ്ട് രാജ്യഭരണവും കിട്ടിയില്ല, പാണ്ഡുവാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ഞാൻ എങ്ങനെ എൻ്റെ മോളെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. ആ സഹോദരൻ ആരാണ്, ശകുനിയും പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ധൃതരാഷ്ട്രക്ക് ഭയങ്കര ഇൻസൾട്ടായിരുന്നു. കാരണം ഞാൻ ഈ ഹസ്തിനാപൂരിലെ ഒരു രാജാവിനെ പോലെ ഇരിക്കുമ്പോൾ എനിക്ക് കണ്ണ് മാത്രമാണ് കാണാത്തത്, പക്ഷെ ഞാൻ സുന്ദരനാണ്, നല്ല ആരോഗ്യമുണ്ട്, ഇന്റലിജന്റ് ഉണ്ട്, പക്ഷെ എന്നിട്ട് എനിക്ക് പെണ്ണ് തന്നില്ല എന്ന് പറയുന്ന ഒരു വൈരാഗ്യം ഉള്ളിൽ പതുക്കെ മനസ്സിനകത്ത് കിടന്നു. എന്നിട്ട് ഫോഴ്സ്ഫുള്ളി അവരെടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അതിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഗാന്ധാരി എന്ത് ചെയ്തു, നല്ല സ്ത്രീ ആയതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹത്തിന് കണ്ണില്ലാത്തതുകൊണ്ട് എനിക്കും കണ്ണ് കാണണ്ട എന്ന് പറഞ്ഞിട്ട് ക്ലോത്ത് തുണി വെച്ച് കണ്ണ് കെട്ടുകയും ചെയ്തു. പക്ഷെ ധൃതരാഷ്ട്രന്റെ മനസ്സിനകത്ത് ഭയങ്കര ഒരു അസൂയയും വിഷമവും ഉണ്ടായിരുന്നു. എന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ക്ഷത്രിയന്മാർക്ക് ചെറിയ ഇൻസൾട്ട് കൊടുത്താൽ പോലും അവർക്ക് സഹിക്കാൻ, ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എന്ത് വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഗാന്ധാര രാജ്യത്തിനെ മുഴുവനും പിടിച്ചു കൊണ്ടുവന്ന് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു കാരാഗ്രഹത്തിൽ കൊണ്ടടക്കി. ശകുനിയുടെ അച്ഛനെ, ശകുനിയുടെ എന്താ പറയുക അമ്മാവനെ, ചെറിയച്ഛനെ, എല്ലാരെയും കൊണ്ട് ഒരു കാരാഗ്രഹത്തിലടക്കി. എന്നിട്ട് ഒരു നേരം ഫുഡ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു നേരം വലിയവർക്കും ഒക്കെ അവർക്ക് ഒരു നേരം കഴിച്ചിരിക്കാം, പക്ഷെ കുട്ടിക്ക് 3 നേരം ഫുഡ് വേണം. അപ്പൊ ആർക്ക് 3 നേരം വേണം? ശകുനിക്ക് 3 നേരം വേണം. അപ്പൊ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. ഈ കുട്ടി എങ്ങനെ ഞാൻ കണ്ണിന്റെ മുന്നിൽ ഒരു നേരം ആഹാരം കൊടുത്തിട്ട് എങ്ങനെ പട്ടിണിക്കിടും? അതുകൊണ്ട് എന്താ ചെയ്യുവെച്ചാൽ ഇവര് ഒരു നേരം കഴിച്ചിട്ട് അവരുടെ ഫുഡ് ആർക്ക് കൊടുക്കും? ശകുനിക്ക് കൊടുക്കും. ഇനി വംശത്തിൽ ആരെങ്കിലും വേണം, ഗാന്ധാര ദേശത്തിൽ ആരെങ്കിലും വേണം രാജാവായിട്ട് അടുത്ത വംശത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്? ഈ ഇദ്ദേഹത്തിന് കൊടുത്ത് ഈ കുട്ടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പലപ്പോഴും ഒരു നേരം കഴിച്ച് പലരും ക്ഷീണിച്ച് വയ്യാതായി അസുഖം പിടിച്ച് ആ കാരാഗ്രഹത്തിൽ തന്നെ മരിച്ചു കിടക്കും. ഡെഡ് ബോഡി പോലും മാറ്റുന്നില്ല, അതിനകത്ത് അഴുകുന്നു, സ്മെല്ലടിക്കുന്നു. അങ്ങനെ ശരിക്കും ഒരു എന്താ പറയാ, വളരെ മോശമായ ഒരു കാര്യമാണ് ആര് ചെയ്തത്? ധൃതരാഷ്ട്രൻ. അങ്ങനെ ഓരോരുത്തരും മരിച്ചു. ഈ കുട്ടി മാത്രം രക്ഷപ്പെട്ടു, ശകുനി മാത്രം രക്ഷപ്പെട്ടു. പക്ഷെ ശകുനിയുടെ മനസ്സ് മുഴുവൻ ഭയങ്കര എന്താ പറയുക വെറുപ്പും പ്രതികാര ബുദ്ധിയും ആർക്ക് വളർന്നു? ശകുനിക്ക് മനസ്സിനകത്ത് വളർന്നു. ആരുടെ അടുത്താണ്? ഈ ധൃതരാഷ്ട്രന്റെ അടുത്ത് വളർന്നു. എന്നിട്ട് അച്ഛൻ മരിച്ച് അവിടെ കിടക്കുമ്പോൾ അച്ഛന്റെ തൊടയുടെ ആ എല്ലെടുത്തിട്ട് അതിലാണ് ഈ ഇത് ഉരുട്ടുന്നത്, ഡയറ്റ് അത് ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര തപസ്സിരുന്നത് പോലെ ഉണ്ടാക്കിയാണ്. അതുകൊണ്ടാണ് ശകുനി മനസ്സിൽ വിചാരിക്കുന്ന നമ്പർ അതിനകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിന് പിന്നെ ഒരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഭാര്യയെ പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് അതിനെ വെറുതെ വിട്ട് ആ കൊട്ടാരത്തിൽ തന്നെ ആരുണ്ടാവും? ഗാന്ധാര രാജാവായിട്ട് ശകുനി അവിടെ തന്നെ ഉണ്ടാവും, ഇവരുടെ ഒപ്പം ഉണ്ടായി. പക്ഷെ ശകുനിയുടെ മനസ്സിനകത്ത് ഈ പ്രശ്നം ഉണ്ടായി, ഈ അസൂയ, വെറുപ്പ് ഇതുണ്ട്. അതുകൊണ്ട് ശകുനി എന്ത് ചെയ്യും വെച്ചാൽ ദുര്യോധനനെ കൊച്ചിൽ തന്നെ വിഷം കുത്തി വെക്കും പോലെ പതുക്കെ ഈ പാണ്ഡവര് നിന്നെ ദ്രോഹിക്കും, പാണ്ഡവർ ഒന്നിനും കൊള്ളില്ല, നിങ്ങൾക്കാണ് രാജ്യം കിട്ടേണ്ടത്, നിങ്ങളുടെ അച്ഛനാണ് കിട്ടേണ്ടത്, പാണ്ഡുവിനാണ് കൊടുത്തത്, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം തെറ്റിച്ച് പറഞ്ഞു കൊടുത്ത് ഭീമന് വിഷം കൊടുക്കാനും ഇങ്ങനെ പല കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും. ആരെ സപ്പോർട്ട് ചെയ്യും? ഈ ദുര്യോധനനെ സപ്പോർട്ട് ചെയ്യും. ആക്ച്വലി ദുര്യോധനന് നല്ലതിന് വേണ്ടിയല്ല ചെയ്തത്, ദുര്യോധനനെ നശിപ്പിക്കാൻ, ആ കുടുംബം ഇല്ലാതാകണം എന്നുള്ള ചിന്ത ആർക്കുണ്ടായിരുന്നു? ഈ ശകുനിക്കുണ്ടായിരുന്നു. അപ്പോ ഒരു അസോസിയേഷൻ എങ്ങനെയാണ് ഒരു കുട്ടി അങ്ങനെ ഇല്ലാതെയാക്കിയത്? ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയം, അത് വേറൊരു കാര്യം.
പക്ഷെ ആ അസോസിയേഷൻ എങ്ങനെയാണ് ഒരു വ്യക്തിയെ നശിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഇതിന് മനസ്സിലാക്കാം. എന്നാൽ പാണ്ഡു എങ്ങനെയാ വളർന്നത്? രണ്ടുപേരുടെയും ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞാൽ ഭീഷ്മര് തന്നെയാണ്. ഭീഷ്മര് തന്നെയാണ് രണ്ട് കുട്ടികളെയും നോക്കുന്നത്. രണ്ടുപേർക്കും ഒന്നുപോലെ തന്നെയാണ് കഥ പറഞ്ഞു കൊടുത്തത്, ഒന്നുപോലെ തന്നെയാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഒരാൾ എങ്ങനെയായത് മോശമായി, ഇനി ഒരാൾ നന്നായിട്ട് വന്നു. അതിന് കാരണം അസോസിയേഷൻ. അപ്പോൾ ഒരു ഭക്തന്റെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ശാസ്ത്രം പഠിക്കാനും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതില് ആദ്യത്തെ പറയുന്നത് വാചോവേഗം, വാക്കിന്റെ ത്വരയെ നിയന്ത്രിക്കണം എന്ന് പറയാം. അതായത് നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ എന്തും സംസാരിക്കാം, എവിടെയും സംസാരിക്കാം, എങ്ങനെയും സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഈശ്വരൻ മൃഗങ്ങൾക്കൊന്നും ഈ ക്വാളിറ്റി കൊടുത്തില്ല, മനുഷ്യർക്ക് മാത്രമാണ് ശാസ്ത്രം പഠിക്കാനുള്ള നാവ്, വായ തന്നിട്ടുള്ളത്. കഴിക്കാനുള്ള, നമുക്ക് സംസാരിക്കാനുള്ള ത്വര നമുക്കാണ് തന്നിരിക്കുന്നത്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ശാസ്ത്രം അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പറയാനും പഠിക്കാനും എല്ലാം സാധിക്കും. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഭൗതിക കാര്യങ്ങൾ, പ്രജൽപ എന്ന് പറയും, ഭൗതികമായ കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ സമയങ്ങൾ കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തവള വന്നിട്ട് വെറുതെ വിളിച്ച് പാമ്പിനെ വരുത്തുന്നത് പോലെയാണ്. അതിന്റെ മരണം അതിന്റെ വാ കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. ആ തവള മാത്രം മിണ്ടാതെ എവിടെയെങ്കിലും ഇരുന്നിരുന്നെങ്കിൽ, കിട്ടുന്നത് കഴിച്ചിട്ടിരുന്നെങ്കിൽ പാമ്പിന്റെ വായിൽ പെടില്ലേ. പക്ഷെ ഇപ്പൊ പാമ്പിന്റെ അത് വിളിക്കും, നല്ല പാട്ട് പാടുന്നത് പോലെ അങ്ങനെ വിളിക്കുമ്പോൾ പാമ്പ് കൃത്യമായിട്ട് വന്നിട്ട് അതിനെ തിന്നിട്ട് പോകും. അപ്പോ അതിന്റെ മരണം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാ കൊണ്ടാണ്. ഇതുപോലെയാണ് ഈ ഇന്ദ്രിയം നിയന്ത്രിക്കാത്ത ഒരേ കാരണം കൊണ്ട് പല വീടുകളിലും പ്രശ്നം ഉണ്ടാവും, അല്ലെ? അമ്മായും മരുമകളും, അച്ഛനും മകനും, അല്ല അമ്മയും മക്കളും, എല്ലാവരും വെറുതെ രാഷ്ട്രീയം പറഞ്ഞ് സുഹൃത്തുമായിട്ടും ബന്ധുക്കളുമായിട്ടും എല്ലാം വഴക്കുണ്ടാവും. നാട്ടിൽ പോയിട്ട് വെറുതെ ഇരിക്കില്ല, ഏതെങ്കിലും റോഡിൽ പോയിരിക്കും, 5 എണ്ണം ഒന്നിച്ചിരിക്കും, പാർട്ടി കാര്യം സംസാരിച്ച് തുടങ്ങി അതായി ഇതായി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ച് ഫൈനലി അടി ഉണ്ടാക്കിയിട്ട് ഒരാൾ അങ്ങോട്ട് നോക്കിപ്പോവും, ഒരാൾ ഇങ്ങോട്ട് നോക്കിപ്പോവും, ഒരാൾ ചീത്ത പറയും, ബഹളമായി അടിയായി അങ്ങനെ പോകും. അപ്പൊ ഇത് എന്തുകൊണ്ടാ സംഭവിച്ചത്? അവർ എന്ത് സംസാരിക്കണം എന്ന് അറിയില്ല, എങ്ങനെ സംസാരിക്കണം എന്ന് അറിയില്ല അവർ. അപ്പോൾ വാക്കിന്റെ ത്വരയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ആൾക്കാര് ശാസ്ത്രം പഠിക്കുന്നത് പോലെ തോന്നും നമുക്ക്. ഓക്കെ, എങ്ങനെ ശാസ്ത്രം പഠിക്കുന്നത് പോലെ? ഇവരെല്ലാം ആധ്യാത്മികവാദികളാണെന്ന് തോന്നും, അവരും നമ്മളെ പറ്റി. പക്ഷെ നമ്മൾ വിചാരിച്ചു ഇവർ ഈശ്വരനെ കുറിച്ചാണ് സംസാരിക്കുന്നു, ആധ്യാത്മിക കാര്യങ്ങളാണ് സംസാരിക്കുന്നു വിചാരിച്ചു. പക്ഷെ അവര് ആധ്യാത്മികമല്ല സംസാരിക്കുന്നത്. എങ്ങനെയാ വെച്ചാൽ മായാവാദ തത്വത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവര് വന്നിട്ട് കൃഷ്ണന് രൂപമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വേറെ മാതിരി ഫിലോസഫി പറഞ്ഞ് ആൾക്കാരെ തെറ്റി. അപ്പൊ കൃഷ്ണനെ സ്നേഹിക്കേണ്ട നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാകും. അതായത് ഒരു രൂപമുള്ള വ്യക്തിയെ നമുക്ക് ഈസി ആയിട്ട് സ്നേഹിക്കാം. കാരണം എന്തുകൊണ്ട്? അദ്ദേഹത്തിന് നമ്മൾ കാണുന്നുണ്ട്, കൃഷ്ണൻ നീല കളറിലുണ്ട്, കൃഷ്ണന്റെ കമ്മലിൽ മകരകുണ്ടലം ഇട്ടിരിക്കുകയാണ്, കഴുത്തിൽ വൈജയന്തിമാലയുണ്ട്, കിരീടമുണ്ട്, കയ്യിൽ എന്താ പറയാ ഗതയുണ്ട്, അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു, ആഭരണങ്ങളെല്ലാം. ഇങ്ങനെ കൃഷ്ണനെ വർണ്ണിച്ച് നമഃ പങ്കജനാഭായ, നമഃ പങ്കജമാലിനി, നമഃ പങ്കജനേത്രായ, നമസ്തേ പങ്കജാംഗരായ. കുന്തിദേവി പ്രാർത്ഥിക്കുന്നത് പോലെ ഭഗവാന്റെ കണ്ണുകൾ താമരപ്പൂ പോലെയാണ്, ഭഗവാന്റെ നാഭി താമരപ്പൂ പോലെയാണ്, മുഖം താമരപ്പൂ പോലെയാണ്, പാദങ്ങൾ താമരപ്പൂ പോലെയാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ വർണ്ണിക്കാം നമുക്ക്. കാരണം എങ്ങനെ വർണ്ണിക്കാൻ സാധിച്ചു നമുക്ക്? ഇപ്പൊ വാഗൊണ്ട്, ഭഗവാനെ കണ്ടതുകൊണ്ട്, ഭഗവാൻ രൂപമുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വർണ്ണിക്കാൻ പറ്റുന്നത്. ഒരു രൂപവും ഇല്ലാത്ത ഒരു വസ്തുവിനെ നമുക്ക് എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ഭഗവാൻ എവിടെയാണ്? സർവ്വവ്യാപിയാണ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ വർണ്ണിച്ചു നോക്കൂ, എങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റും? അപ്പോ അവര് നമ്മളെ തെറ്റിച്ചിട്ട് തിരിച്ചും അവരും അതുപോലെ തന്നെയാണ് വെറുതെ സംസാരിച്ച് അവരുടെ എന്താ പറയാ എങ്ങനെയാണോ ആ വായു യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യാതെ അവർ പോകും. അപ്പോൾ ഇത് ആധ്യാത്മികത്തിൽ പുരോഗതി ഇവർക്ക് ഉണ്ടാകില്ല എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണകഥ സംസാരിക്കണം. ശൃണ്വതാം സുഗത കൃഷ്ണ പുണ്യശ്രവണ കീർത്തനം എന്ന്. കൃഷ്ണകഥ കേട്ടാലേ പുണ്യമാണ്, അത് പറയും വേണം, കേൾക്കുന്നത് ശ്രവണം കീർത്തനം. അപ്പൊ ശുഗമുനി പറയുകയാണ്, കൃഷ്ണകഥ പറയാണ്. യഥാർത്ഥത്തിൽ ശുഗമുനി ആദ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായാവതിയായിരുന്നു. പക്ഷെ കൃഷ്ണതത്വം, കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ
അദ്ദേഹം ഇങ്ങനെ ആനന്ദം അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ വായ് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്തു അല്ലെ. അപ്പൊ കൃഷ്ണനെ കുറിച്ച് പറയണം എന്ന് പറയാണ് ഇവിടെ. അപ്പൊ അതാണ് ഓരോ വ്യക്തികളും ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ എന്താ പറയാ നമ്മുടെ വായിനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പം വാചോ വേഗം, മനസ്സക്രോധ വേഗം. ഇനി എന്താണ്? മനസ്സിനെ നിയന്ത്രിക്കണം എന്ന് പറയാണ്. അപ്പൊ മനസ്സിൽ എന്തുണ്ടാവണം? മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്ത ഇങ്ങനെ നമുക്ക് വരും. എന്താണ്? ഭൗതികമായ വിഷയങ്ങളെല്ലാം ചിന്ത വരും നമുക്ക് മനസ്സിനകത്ത്. മനസ്സിനെ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഏറ്റവും ഇന്ദ്രിയങ്ങളില്, ഈ 8 ഇന്ദ്രിയങ്ങളില് മനസ്സിനെയാണ് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസം ഏറിയ. ആ ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കണം. അപ്പൊ ആദ്യം വായന നിയന്ത്രിച്ചു, ഇപ്പൊ മനസ്സിനെ നിയന്ത്രിക്കണം. അപ്പൊ മനസ്സിലാണെങ്കിൽ 100 ചിന്തകൾ. നമുക്ക് ഒരു കാര്യത്തിലും തൃപ്തി വരുന്നില്ല. എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ കിട്ടേണ്ടത് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റാത്തത്. മനസ്സിൽ 100 കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആ മനസ്സിനെ കൃഷ്ണാവബോധത്തില് നമ്മൾ കൊണ്ടുവരണം. മനസ്സിൽ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് വിചാരിക്കണം, കൃഷ്ണനെ കുറിച്ച് പറയണം എന്നാണ് ഇവിടെ പറയുന്നത്. ആ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാം. പറയുന്നില്ലേ ഭഗവത്ഗീത, ഇന്ദ്രിയാണി പരാനിയാഹു ഇന്ദ്രിയേഭ്യ പരമനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധിയെ പരതസ്തു എന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയാണി പരാനിയാഹു എന്ന് പറയുന്നത്. അപ്പോ ജഡവസ്തുവിനേക്കാളും ശ്രേഷ്ഠമായതാണ് ഇന്ദ്രിയങ്ങൾ. ഓക്കെ, വസ്തുക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്ദ്രിയങ്ങൾ അതിനേക്കാളും പെർഫെക്റ്റ് ആണ്. ഇന്ദ്രിയാണി പരാനിയാഹു ഇന്ദ്രിയേഭ്യ പരമനഃ. പക്ഷെ ഈ ഇന്ദ്രിയങ്ങളപ്പൊ കണ്ണ് കാണരുത്, ചെവി കേൾക്കരുത്, അതിന് എന്താ പറയുക, കൈ കൊണ്ടൊന്നും ചെയ്യരുത് എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്താ പറയാ, മനസ്സിനകത്താണ് ചിന്ത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എങ്ങനെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒന്നും കാണുന്നില്ല. ഒരു കുട്ടിയെ 10ാം ക്ലാസ് പരീക്ഷയാണ്, നീ ഒന്നും സിനിമ കാണണ്ടെന്ന് പറഞ്ഞു, സീരിയൽ ഒന്നും കാണണ്ടെന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞു. എന്നിട്ട് ആ റൂമിൽ പിടിച്ചിരുത്തി. പക്ഷെ ആ റൂമിനകത്ത് പോയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ അതിനെ റൂമിനകത്തിട്ട് പൂട്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? ആ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അതിന്റെ മനസ്സ് പ്രവർത്തിക്കും. ആ കുട്ടി റൂമിനകത്തിരുന്നിട്ട് ആ മ്യൂസിക്കും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അതൊരു ഇമാജിനേഷൻ, ഇങ്ങനെ മനസ്സിനകത്ത് അതേ സീരിയൽ അങ്ങ് ഉണ്ടാക്കിയെടുക്കും. പണ്ട് കാലത്ത് അങ്ങനെയാണ്. എന്താ പറയാ, സിനിമയ്ക്ക് റേഡിയോയില് ആ സിനിമ കംപ്ലീറ്റ് ഇടും, ആ ഡയലോഗ്സ് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങനെ കുത്തിയിരുന്നത് ഇങ്ങനെ കേട്ട് രസിച്ചുകൊണ്ടിരിക്കും. കാരണം സിനിമ കംപ്ലീറ്റ്, സിനിമ കണ്ടില്ല, റേഡിയോയിലാണ് കേൾക്കുന്നത്. അത് കറക്റ്റാ മോഹൻലാൽ പറയുന്നതും ആ സിനിമയിലെ രംഗങ്ങളും എല്ലാം നമ്മൾ തന്നെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ മനസ്സ് എത്ര പവർഫുൾ ആണെന്ന് ആലോചിച്ചു. കാണിച്ചില്ലെങ്കിലും മനസ്സ് എൻജോയ്. അപ്പൊ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോ ആ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ബുദ്ധിയെ നിയന്ത്രിക്കണം, ബുദ്ധിയെ യൂസ് ചെയ്യണം. അപ്പോ ബുദ്ധി എന്ത് ചെയ്യും? ബുദ്ധി പറയും 10ാം ക്ലാസ് ആണ്, പരീക്ഷയ്ക്ക് പഠിക്കാനാണ് അമ്മ വിട്ടത്. ഞാൻ ഇൻ കേസ് അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ പരീക്ഷയ്ക്ക് നാളെ എഴുതാൻ പറ്റില്ല, മാർക്ക് കുറഞ്ഞു പോകും. അതുകൊണ്ട് അമ്മ പറയുന്നത് കറക്റ്റാണ്, അച്ഛൻ പറയുന്നത് കറക്റ്റാണ്, നമുക്ക് പഠിക്കാം എന്നൊരു കുട്ടി ചിന്തിച്ചാൽ, അതിന്റെ ബുദ്ധി ഉപയോഗിച്ചാൽ ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ അത് റൂമിൽ പോയി ഇരിക്കുകയുള്ളതൊന്നും ചെയ്യില്ല. അപ്പോ അതും പ്രയാസമാണ്. ഈ ബുദ്ധിയെ കൺട്രോൾ ചെയ്യുന്നതും പ്രയാസമാണ്. അപ്പൊ അതിനെന്താണ്? മനസ്സസ്തു പരതസ്തുസ. എന്ത് ചെയ്യണം? മനസ്സിനെ ആത്മാവിനെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തണം എന്ന് പറയാം. അപ്പോ ഭക്തിയുത സേവനത്തിലാണ് നമ്മൾ ഏർപ്പെടുത്തുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബുദ്ധിയെ നിയന്ത്രിക്കാം, മനസ്സിനെ നിയന്ത്രിക്കാം, ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭക്തിയുത സേവനത്തിൽ മനസ്സിനെ ഉറപ്പിക്കാൻ ശ്രമിക്കണം. അപ്പോൾ മന്ത്രം ജപിക്കുമ്പോഴും നമ്മൾ ഭഗവാനെ സ്മരിക്കാൻ ശ്രമിക്കണം. മന്ത്രത്തിന് കേൾക്കണം, ജപിക്കുമ്പോൾ മന്ത്രത്തിന് കേൾക്കണം. ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ 2 ഇന്ദ്രിയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഈ ആദ്യത്തെ ശ്ലോകം നമുക്ക് കേൾക്കാം. അപ്പൊ വാചോവേഗ മനസ്സക്രോധവേഗ, മനസ്സിനെയും കുറിച്ച് പഠിച്ചു. അടുത്തത് ക്രോധത്തിനെ കുറിച്ച് നമ്മൾ നോക്കും. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് വെറുതെ അല്ല, ചിലത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഒരു ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ, ഞാൻ ഉപദേശാമൃതം നന്നായിട്ട് പഠിച്ചു, ആ ശ്ലോകം കാണാതെ പഠിച്ചു, എല്ലാ കാര്യവും ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലുള്ള കാര്യം നമ്മൾ കുറച്ച് ഒരു 100% നമുക്ക് വരണ്ട, മാറ്റം ഉണ്ടാവണ്ട. നമുക്ക് ഒരു 1% ഈ ബുക്ക് വായിച്ചിട്ട് നമ്മളിൽ ഒരു മാറ്റം ഉണ്ടെങ്കിൽ
ഫോർ എക്സാമ്പിൾ മനസ്സിന് ഭയങ്കര ടെൻഷനാണ്, ആവശ്യമില്ലാതെ ടെൻഷൻ, ചുമ്മാ കിടക്കുന്ന ടെൻഷനൊക്കെ വാരി തലയ്ക്കകത്ത് മനസ്സിനകത്ത് കൊണ്ടു നടക്കും. ചിലപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് ഒന്നുമേ പറഞ്ഞു കാണൂല, ഒന്നുമേ ചിന്തിച്ചു കാണൂല, അയാൾ വേറെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് അയാളെ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിൽ തന്നെ അങ്ങനെ ഇമാജിൻ ചെയ്യും, എന്നെ കുറിച്ചായിരിക്കും പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിലെ പോകുമ്പോൾ അവർ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും നോക്കും അത് തന്നെയാണ് ചെയ്യുന്നത്, എന്നെക്കുറിച്ച് തന്നെ പറയും. വെറുതെ നമ്മൾ ചിന്തിച്ചു കൂട്ടി, അവർ വേറെന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നമ്മൾ വിചാരിച്ചു എന്നെ കുറിച്ചാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു. അപ്പൊ മനസ്സിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിട്ടു. ഒരാൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ വീട്ടില് അയാൾ 100 കാര്യം ആവശ്യമില്ലാതെ, എന്നാൽ ഒരാൾ ബിസി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയും കാര്യങ്ങൾ അവർ ചിന്തിക്കില്ല. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. ഭൗതികമായിട്ട് വേറെ എന്തോ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് മനസ്സിനെ ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഗുണമില്ല, അവിടെയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. കാരണം നമുക്ക് തൃപ്തി ഉണ്ടാകണമെങ്കിൽ, മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം തൃപ്തി ഉണ്ടാകണമെങ്കിൽ ഭഗവത് സേവനത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ. കൃഷ്ണന്റെ കൂടെ അടുത്തിരുന്ന് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ തൃപ്തിപ്പെടില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തന്നാലും നമ്മൾ പ്രീതിപ്പെടില്ല. ഒരു ഡ്രസ്സ് തന്ന ഒരു ഡ്രസ്സ് എടുക്കും, നമ്മൾ ഇഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് അത് എടുക്കാമായിരുന്നു. ഒരു കാറ് മേടിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയ കാർ, അയ്യോ ഇത് മേടിക്കാമായിരുന്നു, തൃപ്തി വന്നില്ല. ആഹാരം കഴിച്ചു, ഇവിടെ വേണ്ടായിരുന്നു, അവിടെ കഴിക്കാമായിരുന്നു. അപ്പൊ എന്ത് കിട്ടിയാലും തൃപ്തിപ്പെടുന്നില്ല നമ്മൾ, അഥവാ തൃപ്തിപ്പെട്ടതുപോലെ ഇരിക്കും, പിന്നെ അടുത്തത് നമുക്ക് ഉടനെ തോന്നും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ തൃപ്തിപ്പെടൽ എന്ന് പറഞ്ഞാൽ ഭഗവത് സേവനമാണ്. ഭഗവാന്റെ അടുത്ത് പോകുമ്പോഴാണ് നമുക്ക് തൃപ്തി കിട്ടുന്നത്. അതിനെ മാറ്റി വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്താലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. ഈ മൈൻഡിനെ നമുക്ക് 2 കാര്യം പഠിച്ചാൽ, ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ കുറയ്ക്കുക. നമ്മൾ കുറച്ചാൽ മതി. ഇപ്പൊ 100 ഇൻ കേസ് ഒരു വഴക്ക് വന്നു, ഒരാളെ 10 ചീത്ത പറയുമെങ്കിൽ നമ്മൾ 2 ചീത്ത കുറച്ച് 8 ആക്കിയാൽ, അപ്പൊ നമുക്കൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റമാണ്? ഉപദേശാമൃതം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇന്ദ്രിയത്തിനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഫുള്ളി ഇന്ദ്രിയത്തിനെ ഒരു ദിവസം കൊണ്ട് ശ്രമിച്ചാൽ എന്താ സംഭവിക്കും? 4 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ചേർത്ത് ഡബിളായിട്ട് നമ്മൾ ചീത്ത പറയും. ഇത്രയും നാൾ 1 പറഞ്ഞാൽ 10 പറയുന്ന ആൾക്കാരാണ്. നമ്മുടെ സ്വഭാവം ഇങ്ങനെയാണ്. അപ്പൊ അടുത്ത ദിവസം നാളെ മുതൽ ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ എങ്ങനെ വായടച്ചിട്ടിരിക്കാൻ പോണു എന്ന് പറഞ്ഞിട്ട് വായടച്ചിട്ടിരിക്കും. 1 ദിവസം ഇരിക്കും, 2 ദിവസം ഇരിക്കും, 3-ാമത്തെ ദിവസം ഒരു 30 എണ്ണം ചേർത്തങ്ങ് കൊടുക്കും, എല്ലാം കൂടെ ചേർത്തിട്ട്. അങ്ങനെ ചെയ്ത് എന്താണ്? കുറച്ചാൽ മതി, പറയാനുള്ളത് പറഞ്ഞോളൂ, കാരണം നമുക്ക് അങ്ങനെയാണ് ശീലം. അപ്പൊ അതിൽ പകുതി പറഞ്ഞാൽ മതി, അവിടെയും നമ്മൾ നിയന്ത്രിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. മൈൻഡിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോൾ, പഴയ കാര്യങ്ങൾ, ഏതോ നടന്ന കാര്യങ്ങൾ, അത് തിരിച്ച് ചിന്തിച്ച് തിരിച്ച് വിഷമം പറഞ്ഞ് കരഞ്ഞ് ഒന്നുമേ കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ കഴിഞ്ഞതാണ്, പാസ്റ്റാണ്, അതങ്ങ് പോട്ടെ. ഫ്രഷായിട്ട് എന്താണ് മൈൻഡിനകത്ത് കയറ്റാം, എത്ര യങ്ങായിട്ട്, എത്ര എനർജറ്റിക് ആയിട്ട് മൈൻഡിനെ വെച്ചിട്ടാം. അതിന് കൃഷ്ണാവബോധത്തിൽ ഒരുപാട് കാര്യം മനസ്സിനകത്ത് കയറ്റാൻ. ഒരു ശ്ലോക കാണാതെ പഠിക്കാം, ഇതിലെ ഫിലോസഫി കാണാതെ പഠിക്കാം, ശ്രീമദ് ഭാഗവതം കാണാതെ പഠിക്കാം, അതിലെ കഥകൾ കാണാതെ, അതിലെ പറഞ്ഞു കൊടുക്കാം ആൾക്കാർക്ക്. അങ്ങനെ എന്ത് ചെയ്യണം? മൈൻഡിനെ ഫ്രഷ് ആയിട്ട് വെക്കാൻ പഠിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാനും. ഈ 2 കാര്യം നമ്മൾ പഠിച്ചു. താങ്ക് യു. വേറെ എന്തെങ്കിലും ഇതിനെ ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും കമന്റ്സ്, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഗോസ്വാമിമാരുടെ പേര് ഒന്നുകൂടി പറയാം. രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥ ഗോസ്വാമി, ഗോസ്വാമി, രഘുനാഥദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, രഘുനാഥദാസ, രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ഗോപാല ഭട്ട ഗോസ്വാമി, ജീവ ഗോസ്വാമി, ജീവ. ഇങ്ങനെ 6 ഗോസ്വാമി. ഈ ജീവ ഗോസ്വാമി വേറെ ആരുമല്ല, രൂപ ഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമി, ഇനി ഒരു ഗോസ്വാമി കൂടെ ഉണ്ട്, അനൂത്തം ഗോസ്വാമി. അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു. ഇവര് 2 പേരും സന്യാസിമാരായിരുന്നു. ഈ അനൂത്തം ഗോസ്വാമിയുടെ മകനാണ് ജീവ ഗോസ്വാമി.
അതുകൊണ്ട് ഈ അനുത്തം ഗോസ്വാമി നേരത്തെ മരിച്ചപ്പോ ഈ കൊച്ചുകുട്ടിയെ വളർത്തിയത് 2 സന്യാസിമാരാണ് വളർത്തിയത്. രൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയാണ് ജീവഗോസ്വാമി. അപ്പൊ ആലോചിച്ച് നോക്കൂ, വലിയ ചൈതന്യ മഹാപ്രഭുയുടെ മുഴുവൻ കാരുണ്യം കിട്ടിയ 2 ഗോസ്വാമിയാണ് രൂപ സനാതന ഗോസ്വാമി. എല്ലാം പഠിപ്പിച്ചിട്ടാണ് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന്. അവര് വളർത്തിയ കുട്ടി എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്റലിജന്റ് ആയിട്ട് ശാസ്ത്രങ്ങൾ എഴുതിയതും നമുക്ക് ഇന്നും നമ്മൾ വായിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ജീവ ഗോസ്വാമി കൂടെ കിട്ടിയിരിക്കുന്നു. അതാണ്. ശരി ഗോസ്വാമി. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. ഈ ഗോസ്വാമിമാര് ചൈതന്യ മഹാപ്രഭുവും എല്ലാം ഈ ഇവിടെ എന്താണ് ആ രാധ മന്ദിരത്തിൽ രാധാ ദാമോദർ ടെമ്പിൾ അതിന്റെ അടുത്താണോ സ്വാമി വൃന്ദാവനത്തില്? അതിനടുത്താണ് അത് ഗോസ്വാമിമാര് ഈ ജപിച്ചതൊക്കെ ജപമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഈ ഗോസ്വാമിയുടെ അവരുടെ സമാധി, അവരുടെ ഭജൻ കുടീര് എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇവരെല്ലാം പലരും ബംഗാളിലായിരുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭുയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവർ വൃന്ദാവനത്തിൽ വന്നു. വൃന്ദാവനം ഫസ്റ്റ് വന്നിട്ട് ഡിസപ്പിയർ ആയി. കൃഷ്ണൻ പോയതിനു ശേഷം ഒരുപാട് യുഗങ്ങളായി വജ്രനാഭ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ ചെറുമകൻ അവര് വന്നിട്ട് കുറച്ച് ഡെവലപ്പ് ചെയ്തു. പിന്നെയും കാലക്രമേണ ആയപ്പോൾ ഇതെല്ലാം ഡിസപ്പിയർ ആയി. കാരണം ഒരു മെയിൻ്റെനൻസ് ഇല്ല, എവിടെ എന്ത് ലീല നടന്നു എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരുപാട് മാപ്പ് സ്ക്രിപ്ചറിൽ പല സ്ഥലത്തും പല ഡയറക്ഷനും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം രൂപഗോസ്വാമിയുടെ അടുത്ത് ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും ഈ വൃന്ദാവനത്തിന് തിരിച്ചു കൊണ്ടുവരാനായിട്ട്, എന്താണ് റെനോവേറ്റ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ രൂപഗോസ്വാമി രാധാകുണ്ഡത്തിന്, രാധാകുണ്ഡമൊക്കെ ചെറുതായി ഒരു 1.5 അടി സൈസിനായിട്ട് ചെറുതായിട്ട് മാറും രാധാകുണ്ഡം ശ്യാമകുണ്ഡം ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന് അത് പക്ഷെ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുറച്ച് വെള്ളമേ കാണത്തുള്ളൂ. പിന്നെ ആ കുളത്തിനെ എല്ലാം വലുതാക്കി അതിന് എന്താ പറയാ പൈസക്കാരെയും രാജാക്കന്മാരെല്ലാം കണ്ട് അവരുടെ എല്ലാം ധനസഹായം നേടിയിട്ട് അവിടെ എന്താ പറയാ ആ കുളം കെട്ടി അങ്ങനെ ഓരോ ലീല നടന്ന സ്ഥലവും ഇവരങ്ങനെ കണ്ടു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. വാഞ്ചാകൽപാതരൂപ്യസ്യ കൃപാസിന്ധൂഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദയ്ക്ക് ജയ്. ശ്രീ പ്രഭുപാദ് കി ജയ്. ഗൗരവ. അപ്പൊ അടുത്ത ആഴ്ച കാണാം.